ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുപേണ്ണ നിങ്ങൾ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എൻ്റെ ലക്ഷ്മിയെ പോലെ അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മതി, കൊള്ളാം, നല്ല ശൗര്യം. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. ചാവുന്നതിന് മുമ്പുള്ള നിന്റെ ഈ പിടപ്പുണ്ടല്ലോ, അത് കാണാൻ നല്ല രസമുണ്ട്. നോക്കു സുഹൃത്തെ, നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെന്തിനാ ഞങ്ങളെ വഴി തടഞ്ഞ് ഉപദ്രവിക്കുന്നത്? സോറി, ധൃതിയില് ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. കുറച്ചു കാലമായി ഞാനിവിടെ ഉണ്ട്. അങ്ങനെ വെറുതെ ആരെയും ഉപദ്രവിക്കുന്നത് എന്റെ ശീലമല്ല. ഇവിടെ ഇങ്ങനൊരു കൂടിക്കാഴ്ച വേണ്ടി വന്നത് നിങ്ങളെ ഒന്ന് കാണാനാ, ഒരു കാര്യം പറഞ്ഞിട്ട് പോവാനാ. ഞാൻ മധു, ചെങ്കൽ മധു. ഇപ്പൊ എന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഇപ്പൊ പിടികിട്ടില്ലേ? ഗർഭിണിയായ എന്റെ സഹോദരിയെ നിന്റെ ബ്രദർ വണ്ടി ഇടിച്ചു കൊന്നു. അവനെ കാണാൻ എന്റെ ആളുകൾ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ പോലീസ് അവനെ രക്ഷിച്ചു. അച്ഛനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ അനിയത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കുട്ടിയാ എന്റെ അനിയത്തി. അനൂപിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. അനുപേട്ടൻ മനഃപൂർവ്വം നിങ്ങളുടെ സഹോദരിയെ വണ്ടിയിടിച്ച് കൊന്നതല്ല, അതൊരു അബദ്ധം പറ്റിയതാ. അല്ലാതെ അനുപേണ്ണും ആ കുട്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ നഷ്ടപ്പെട്ടത് എനിക്കാ. അവനെ എനിക്ക് കിട്ടിയില്ല. പകരം നിന്നെ മതി. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇങ്ങനെയൊക്കെ പറയുന്ന പഴയ സ്റ്റൈലില്ലേ, അത് തന്നെ. എന്റെ സഹോദരിക്ക് പകരം അവന്റെ സഹോദരി. നിന്നെ കൊല്ലാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. വേറൊന്നും തോന്നരുത്, നിന്നെ ഞാൻ കൊല്ലും. അവളൊന്നും ചെയ്യരുത്. അവള് പ്രഗ്നന്റ് ആണ്. ആണോ? സത്യമാണോ? നീ പ്രഗ്നന്റ് ആണോ? എന്റെ ലക്ഷ്മിയും പ്രഗ്നന്റ് ആയിരുന്നു. അവളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ ഞാൻ ഒരുപാട് കാത്തിരുന്നതാ, പക്ഷെ പറ്റിയില്ല. ഞങ്ങൾ ഒരുപാട് വഴിപാടും പ്രാർത്ഥനയും നടത്തി കിട്ടിയ കുഞ്ഞ. ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം. അനുപേട്ടന്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യം അത്. എന്തു തരും? എന്തായാലും മരിച്ചുപോയ എന്റെ സഹോദരിയെ തരാൻ നിങ്ങൾക്ക് പറ്റില്ല. പറ്റുമോ? പറ്റുമെന്ന്? ശരി. എന്തായാലും നീ എന്നോടൊരു ഫേവർ ചോദിച്ചല്ലേ, ഞാൻ നിനക്കൊരു ഓഫർ തരാം. ഒരിക്കൽ മാത്രം തരുന്നൊരു ഓഫർ. മനോ, മാറ. എന്തായാലും ഞങ്ങൾ തമ്മിലൊരു സെറ്റിൽമെന്റ് സംസാരിക്കട്ടെ. ഗർഭിണിയായ നിന്റെ ഭാര്യയെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കാം. ഇവളെ ഞാനിപ്പോ വിടാം. പക്ഷേ പകരം അനൂപിനെ നീ ഇനി കൊണ്ടുവന്ന് തരണം. എന്താ, പറ്റുമോ?
സച്ചേട്ടാ, നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണ്ട. ഇതാണ് എന്റെ തീർപ്പ്. അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന അന്ന് അവനെ എനിക്ക് കൊണ്ടുതരണം. എന്താ, സമ്മതമാണോ? ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടണം. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് പിന്നീട് ചെയ്യാം. ആലോചിക്കാനൊന്നും സമയമില്ല. ഇപ്പൊ നീ അതിന് സമ്മതിച്ച ഇവളെ ഞാൻ വിടാം. ഇല്ലെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ നിന്റെ ഭാര്യയും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നീ അങ്ങ് മറന്നേക്കണം. വേണ്ട, ഞാൻ കൊണ്ടുവരാം. അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. സച്ചേട്ടാ, എന്താ ഈ പറയുന്നേ? അനുപേണ്ണ ഇവർക്ക് കൊലക്ക് കൊടുക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അർച്ചന, പെങ്ങളെ, ഞങ്ങളൊരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. ന്യായം എന്റെ പക്ഷത്താ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിനും ഞാൻ വരില്ല. വയ്ക്കോ, രണ്ടുപേരും ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിലേക്ക് വയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുപേണ്ണ നിങ്ങൾ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ ലക്ഷ്മിയെ പോലെ അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ അവൾക്ക് ഞാനായിരുന്നു അച്ഛൻ. അവളെന്റെ മോളായിരുന്നു. അവളെ കൊന്നവനെ ഞാൻ വെറുതെ വിടണോ? നിന്നെ എനിക്ക് വിശ്വാസ. അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്ന ദിവസം വരെ നിനക്ക് സമയമുണ്ട്. ഒന്നുകൂടി പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനും എന്റെ ആളുകളും കയറിയങ്ങ് വരും നിന്റെ നെല്ലിശ്ശേരി വീട്ടിലേക്ക്. നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഞാനങ്ങ് തീർക്കും. ഇക്കാര്യത്തില് ഇനി ഒരു സംസാരമില്ല. വയ്ക്കോ. ആ കുഞ്ഞിനെയും കൊടുക്ക്. പിന്നെ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അവനെ നീ രക്ഷിക്കാൻ ശ്രമിച്ച നിന്റെ കുട്ടികൾക്കും അച്ഛനില്ലാതാവും. ചെല്ലേ.